നമസ്കാരം. കേരള സമൂഹം ദിവസങ്ങളായി ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു വാർത്ത ഇതാ പ്രേക്ഷകരിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണ്. കേരളത്തിന്റെ അടുത്ത 5 വർഷം ആര് ഭരിക്കണം എന്നതിന്റെ ഒരു ഉത്തരം ഇതാ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി ഇതാ ഒരു നേതാവിനെ, കോൺഗ്രസിന്റെ നേതാവിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ആ പേര് പറയുന്നതിന് മുമ്പ് ഒരു നിമിഷം നമുക്കറിയാം കഴിഞ്ഞ 5 വർഷം എങ്ങനെയായിരുന്നു കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെയും കോൺഗ്രസ് പാർട്ടിയുടെയും അവസ്ഥയെന്ന്. അങ്ങനെ തളർന്നു കിടന്നിരുന്ന കോൺഗ്രസിന്റെ അവസ്ഥയിൽ തന്റെ ജീവിതവും ജീവനും സമയവും കൊടുത്തുകൊണ്ട് കോൺഗ്രസിനെ ഈ 5 വർഷത്തിനിപ്പുറം ഈ ഇലക്ഷനിൽ 102 സീറ്റ് എന്ന ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കാൻ ശ്രമിച്ച ആ വ്യക്തിയാണ് കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയായി വരുന്നത്. പലരും പലവട്ടം ചോദിച്ചു അയാൾക്കെന്താ കൊമ്പുണ്ടോ എന്ന്. തീർച്ചയായും അയാൾക്ക് കൊമ്പുണ്ടെന്ന് ഇതാ തെളിഞ്ഞിരിക്കുന്നു. കാരണം നമുക്കറിയാം പല നിലപാടുകൾ കൊണ്ടും കേരളത്തിനെ വർഗീയവൽക്കരിക്കാൻ ശ്രമിച്ചതിനെതിരെ പല നിലപാടുകൾ കൊണ്ടും നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് കേരളത്തിന്റെ മതേതരത്വം കാത്തു സൂക്ഷിച്ച വ്യക്തിയാണ് ഇദ്ദേഹം. നമുക്കറിയാം കോൺഗ്രസിന്റെ ഇടയിലുണ്ടായ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള തർക്കങ്ങൾ 3 പേരുകളാണ് ഉരുത്തിരിഞ്ഞു വന്നത്. എന്നാൽ അവസാന നിമിഷം കേരളത്തിന്റെ ജനങ്ങളുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് AICC ഇതാ പ്രഖ്യാപിക്കുന്നു. കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി ഇതാ കേരളത്തിന്റെ അടുത്ത 5 വർഷത്തെ കേരളം ഭരിക്കാൻ പോകുന്ന മുഖ്യമന്ത്രിയുടെ പേര് VD അല്ലാതെ മറ്റാര്? തീർച്ചയായും നിരവധി പ്രശ്നങ്ങൾക്ക് ശേഷമാണ്, അല്ലെങ്കിൽ നമുക്കറിയാം കോൺഗ്രസിന്റെ ഇടയിൽ തന്നെയുള്ള പടല പിണക്കങ്ങളും പ്രശ്നങ്ങൾക്കും അതുപോലെയുള്ള MLA-മാരുടെ ഒക്കെ അഭിപ്രായങ്ങൾക്കും അപ്പുറം ഇതാ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ആഗ്രഹത്തെ കോൺഗ്രസ് നേതൃത്വം ഇതാ സഫലീകരിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഇലക്ഷൻ കഴിഞ്ഞ് 8 ദിവസത്തോളമായിരിക്കുന്നു. ഇത്രയും ദിവസവും കേരളത്തിന്റെ മുഖ്യമന്ത്രി തെരഞ്ഞെടുക്കാൻ കഴിയാത്ത പ്രതിസന്ധി ഘട്ടമായിരുന്നു കോൺഗ്രസിൽ ഉണ്ടായിരുന്നത്. ആ 3 പേരുകളായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു വന്നത്. ഒന്ന് KC വേണുഗോപാൽ, ഒന്ന് രമേശ് ചെന്നിത്തല, ഒന്ന് VD സതീശൻ. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ തന്നെ VD സതീശൻ എന്ന പേരാണ് കേരളത്തിന്റെ പൊതുസമൂഹം, എന്തിനേറെ പറയണം ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടി അണികൾ പോലും പറഞ്ഞൊരു പേരായിരുന്നു VD സതീശന്റേത്. മുഖ്യമന്ത്രി ആകുമെങ്കിൽ അദ്ദേഹത്തെ ആക്കണമെന്നായിരുന്നു അവരുടെയും ആഗ്രഹവും ആവശ്യവും. തീർച്ചയായും ഇതാ അത് സഫലീകരിച്ചിരിക്കുന്നു. കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി ശ്രീ VD സതീശൻ ചുമതലയേൽക്കുന്നു. നിയുക്ത മുഖ്യമന്ത്രി ശ്രീ VD സതീശന് അഭിവാദ്യങ്ങൾ.